കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫോർവേഡ് ബയസ് കണ്ടീഷനാണ്. ഇനി നമുക്ക് പറയാനുള്ളത് റിവേഴ്സ് ബയസ് കണ്ടീഷനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് റിവേഴ്സ് ബയസ് കണ്ടീഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഫോർവേഡ് ബയസ് കണ്ടീഷൻ പറയേണ്ട സമയത്ത് പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. നമുക്കൊരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അൺബയാസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺബയാസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇവിടെ നോക്കിയേ, നമ്മളൊരു എൻ ടൈപ്പ് ഒരു സെക്കൻഡ്, എൻ ടൈപ്പ് ഒരു എന്തുണ്ട്, നമുക്കൊരു സെമി കണ്ടക്ടർ ഉണ്ട്, പി ടൈപ്പ് പോർഷൻ ഉണ്ട്. അപ്പൊ ഈ പി ടൈപ്പും എൻ ടൈപ്പും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ പി ടൈപ്പും എൻ ടൈപ്പും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും അവർക്കിടയിൽ ഒരു ജംഗ്ഷൻ ഫോം ചെയ്യും. ഓക്കെ, പി ടൈപ്പും എൻ ടൈപ്പും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഒരു ജംഗ്ഷൻ ഫോം ചെയ്യും. ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ പി സൈഡിലുള്ള പോസിറ്റീവ് ചാർജുള്ള ഹോൾസുകൾ എങ്ങോട്ട് പോകുന്നു? എൻ സൈഡിലുള്ള നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിലോട്ട് പോകുന്നു. ഓക്കെ, അതാണ് ആ ബ്ലൂ കളറിൽ പ്ലസും ഇപ്പുറത്തെ നമ്മുടെ ആഷ് കളറിൽ മൈനസ് നെഗറ്റീവും ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി അവിടെ ഒരു നമ്മൾ അൺബയാസ്ഡ് കണ്ടീഷനിൽ അവിടെ ഒരു ജംഗ്ഷൻ ഫോം ചെയ്തിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? അവിടെ ഒരു അൺബയാസ്ഡ് കണ്ടീഷനിലും അവിടെ ഒരു ജംഗ്ഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ പ്രത്യേകിച്ച് ചാർജസ് അല്ലെങ്കിൽ ബാറ്ററിയോ വോൾട്ടേജോ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. ഇതാണ് അൺബയാസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അൺബയാസ്ഡ് കണ്ടീഷനിലും നിങ്ങൾ ഓർക്കേണ്ട എന്താണ്, ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. ഓക്കെ, ഇനി അതിനോടൊപ്പം തന്നെ ഞാൻ പറയാം, നമ്മുടെ ഫോർവേഡ് ബയസ് കണ്ടീഷൻ, ഫോർവേഡ് ബയസ്ഡ് ആയിരുന്നപ്പോൾ എന്തായിരുന്നു കണ്ടീഷൻ? ഫോർവേഡ് ബയസ്ഡ് ആയിരുന്നപ്പോ, ഫോർവേഡ് ബയസ്ഡ് FB എന്ന് ഞാൻ എഴുതുകയാണ്, ഫേസ്ബുക്ക് എന്ന് വിചാരിക്കരുത്. അപ്പൊ ഫോർവേഡ് ബയസ്ഡ് ആയിരുന്നപ്പോ എന്തായിരുന്നു കണ്ടീഷൻ? അവിടെ നമുക്ക് ഒരു പി ടൈപ്പ് ഉണ്ട്, എൻ ടൈപ്പ് ഉണ്ട് അല്ലെ? ഇത് പി ടൈപ്പ്, ഇത് എൻ ടൈപ്പ്. പി ടൈപ്പ് നമ്മൾ പോസിറ്റീവിൽ കണക്ട് ചെയ്യും, ബാറ്ററിയുടെ പോസിറ്റീവിൽ കണക്ട് ചെയ്യും. എൻ ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവിൽ കണക്ട് ചെയ്യും. ഓക്കെ, അവിടെ എന്ത് സംഭവിക്കുന്നു? ഇനിഷ്യലി അവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മളൊരു ബാറ്ററി കൂടി കണക്ട് ചെയ്ത് ചാർജ് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇനിഷ്യലി അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു പി ടൈപ്പും എൻ ടൈപ്പ് മെറ്റീരിയലും കൂടെ ചേർത്ത് വെച്ച് അവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ അൺബയാസ്ഡ് സ്റ്റേറ്റിൽ ഉണ്ട്. ഓക്കെ, അപ്പോ ആ അൺബയാസ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴും അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉണ്ട്, ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോ ഈ ഒരു ബാരിയർ പൊട്ടൻഷ്യല് ക്രോസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു ബാരിയർ പൊട്ടൻഷ്യല് കടന്നിട്ട് ഇവർക്ക് ഈ ജംഗ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഇപ്പൊ നമ്മളൊരു സ്മോൾ ബി എന്ന് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ VB എന്ന് പറയുന്ന ബാരിയർ പൊട്ടൻഷ്യലിന് എബോ ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ അവിടെ വന്നാലാ ഒന്നീ ബാരിയർ പൊട്ടൻഷ്യൽ ഈക്വൽ ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ വരിക, അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യലിന് എബോവ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ വന്നാൽ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ക്രോസ് ചെയ്ത്, അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ എനർജിനെ ബ്രേക്ക് ചെയ്ത് ഹോൾസിന് ഇപ്പുറത്തോട്ടും അതുപോലെ തന്നെ ഇലക്ട്രോൺസിന് ഇപ്പുറത്തോട്ടും പോകാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോ നമ്മുടെ ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ബാറ്ററി കൊടുക്കുമ്പോഴത്തേക്കും ഇത് ആദ്യം അൺബയസ്ഡ് സ്റ്റേറ്റിൽ ഒരു VB പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു, ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. അപ്പോ കുറച്ച് നമ്മൾ കറണ്ട് ഇങ്ങനെ കൊടുത്ത് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? പി ടൈപ്പ് നമ്മൾ പി ടൈപ്പിൽ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്, പി സൈഡിലാണ് കണക്ട് ചെയ്യുന്നത് ബാറ്ററിയുടെ. അപ്പോ പോസിറ്റീവ് റിപ്പൽ ചെയ്യേ ഉള്ളൂ, പോസിറ്റീവും നെഗറ്റീവും ആണ് എന്ത് ചെയ്യുന്നത്? അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന ഹോൾസുകൾ എങ്ങോട്ടോട്ട് അട്രാക്റ്റഡ് ആയി പോകും? അങ്ങോട്ടും. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഇലക്ട്രോൺസുകൾ പോസിറ്റീവ് ടെർമിനലിലോട്ടോ അട്രാക്റ്റ് ആയി പോകും. ഓക്കെ,
അത് പക്ഷേ ഈ ഒരു ഓൾറെഡി അൺബയാസ്ഡ് സ്റ്റേറ്റിൽ ഒരു ഡിപ്ലീഷൻ റീജിയൻ അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ ഒരു ഡിപ്ലീഷൻ റീജിയനിൽ എന്തുണ്ട്, ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെ. ആ പൊട്ടൻഷ്യൽ എന്താ ബ്രേക്ക് ചെയ്ത് അതായത് ആ ബാരിയർ പൊട്ടൻഷ്യലിന് അനുസരിച്ചുള്ള ഒരു എനർജി കിട്ടിയാൽ മാത്രമേ മെജോറിറ്റി കാരിയേഴ്സിന് എന്ത് ആ ഒരു ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോവത്തുള്ളൂ അല്ലെ. ആ ഒരു അൺബയസ്ഡ് സ്റ്റേറ്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യലോ അല്ലെങ്കിൽ അതിന് എബോ ആയിട്ടൊരു പൊട്ടൻഷ്യൽ എനർജി കിട്ടിയാൽ മാത്രമേ മെജോറിറ്റി കാരിയേഴ്സിന് ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ പറ്റൂ. ആക്ച്വലി ആ എനർജി ഫോർവേഡ് ബയാസിൽ ബാറ്ററി വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഡിപ്ലീഷന്റെ വിഡ്ത്ത് കുറഞ്ഞിട്ട് ഹോൾസുകൾ ഇങ്ങോട്ടും ഇലക്ട്രോൺസുകൾ അങ്ങോട്ടും പോകുന്നുണ്ട് അല്ലെ. അതാണ് ഫോർവേഡ് ബയാസിൽ നടക്കുന്നത്. അവിടെ ഫോർവേഡ് ബയാസിൽ എന്തൊക്കെയാ, 2 ടൈപ്പ് ഓഫ് കറണ്ട് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. 2 ടൈപ്പ് ഓഫ് കറണ്ട് ആണ് നമ്മുടെ ഫോർവേഡ് ബയാസിൽ ഫോം ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാല് ഐ മെജോറിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മെജോറിറ്റി കാരിയേഴ്സ് കാരണമാണ് ഫോർവേഡ് ബയാസിൽ കറണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ഫോർവേഡ് ബയാസിൽ ഈ ഒരു ഡയറക്ഷനിൽ ഈ ഒരു ഡയറക്ഷനിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ എന്താണ് ഫോം ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഈ ഒരു ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും കറണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവിലോട്ട് കറണ്ടും ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഈ കറണ്ട് അല്ലെങ്കിൽ ഡയോഡ് കറണ്ട് ഫോം ആവാനുള്ള കാരണം ആരാണ്, അവിടെ ഒരു ഡയോഡ് കറണ്ട് ഉണ്ടാവാൻ ഡയോഡ് കറണ്ട് എങ്ങനെ ഉണ്ടായി, ഈ മെജോറിറ്റി കാരിയേഴ്സ്, പി സൈഡിലെ മെജോറിറ്റി കാരിയേഴ്സ് ആര്, ഹോൾസ്, എൻ സൈഡിലെ മെജോറിറ്റി കാരിയേഴ്സ് ആര്, ഇലക്ട്രോൺസ്. ഇവരുടെ മൂവ്മെന്റ് കാരണമാണ് എന്തുണ്ടായത്, കറണ്ട് ഉണ്ടായത്. ഈ കറണ്ട് ഉണ്ടാവാനുള്ള ആദ്യത്തെ കാരണം ഐ മെജോറിറ്റിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അവിടുന്ന് എന്ത് നമ്മുടെ ഫോർവേഡ് ബയാസിൽ ഐ ഡി അല്ലെങ്കിൽ ഡയോഡ് കറണ്ട് എന്ന് പറയുന്നത് ഐ മെജോറിറ്റി മൈനസ് ഐ സാച്ചുറേഷൻ. ഇത് ലാസ്റ്റ് ഇങ്ങനെ പോയി ഒരു സാച്ചുറേഷനിൽ എത്തുമല്ലോ. അപ്പൊ ഉള്ള ഒരു കറണ്ട് അതാണ് ഐ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഐ മെജോറിറ്റിയും ഐ മെജോറിറ്റിയിൽ നിന്നും ഐ സാച്ചുറേഷൻ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കറണ്ടിനെയാണ് ഡയോഡ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഫോർവേഡ് ബയസിൽ ഡയോഡ് കറണ്ട് വരുന്നത്. അപ്പോൾ അവിടെ ഡയോഡ് കറണ്ടിന് 2 ഫാക്ടേഴ്സ് ആണ് അഫക്ട് ചെയ്യുന്നത്. ഒന്ന് ഐ മെജോറിറ്റിയും ഒന്ന് ഐ സാച്ചുറേഷനും. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് ടു റിവേഴ്സ് ബയസ് നോക്കാം. ഫോർവേഡ് ബയസിന്റെ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റിവേഴ്സ് ബയസിലോട്ട് പോവാം. റിവേഴ്സ് ബയസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, നമ്മള് റിവേഴ്സ് ബയാസിൽ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം നോക്കിയടെ, റിവേഴ്സ് ബയാസിൽ നമ്മൾ എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നത്, നമ്മുടെ നെഗറ്റീവ് ടെർമിനൽ എടുത്ത് പോസിറ്റീവിലും അതുപോലെ തന്നെ പോസിറ്റീവ് ടെർമിനൽ എവിടെയും കണക്ട് ചെയ്തു, നെഗറ്റീവിലും കണക്ട് ചെയ്തു. ഓക്കെ, റിവേഴ്സ് ബയാസിൽ നെഗറ്റീവ് ടെർമിനൽ പോസിറ്റീവിലും പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഓൾറെഡി നമ്മൾ പോസിറ്റീവ് ടെർമിനൽ എടുത്ത് നെഗറ്റീവിലും നെഗറ്റീവ് ടെർമിനൽ എടുത്ത് പോസിറ്റീവിലും കണക്ട് ചെയ്തു. ക്ലിയർ? ഇവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ചാല്, നമ്മൾ ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവ് എപ്പോഴും അട്രാക്ട് ചെയ്യുന്നത് ആരുമായിട്ടായിരിക്കും, പോസിറ്റീവ് ആയിട്ടാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് എപ്പോഴും അട്രാക്ട് ചെയ്യുന്ന ആരുമായിട്ടാണ്, നെഗറ്റീവിനുമായിട്ടാണ്. അപ്പോ ഇവിടെയുള്ള നമ്മുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും, ഈ പോസിറ്റീവ് ടെർമിനലിലോട്ട് മൂവ് ചെയ്യും. നമ്മുടെ പി സൈഡിൽ നിന്നുള്ള പോസിറ്റീവ് ഹോൾസ് എങ്ങോട്ട്, ഏത് ടെർമിനലിലോട്ട് അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്ത് പോവും, നെഗറ്റീവ് ടെർമിനലിലോട്ട് അട്രാക്ട് ചെയ്ത് പോവും. അപ്പോഴെന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാല്, ഇവിടെ പിന്നെ ഉള്ളത് മൈനോറിറ്റി കാരിയേഴ്സുകളാണ്. ഈ നമ്മൾ ആ പോസിറ്റീവ് പോസിറ്റീവ് ഹോൾസ് വന്ന്
ടെർമിലോട്ട് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടും നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് വന്ന് പോസിറ്റീവ് ടെർമിനലിൽ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടും അവിടത്തെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് വൈഡർ ആയിരിക്കും. അവിടത്തെ ഡിപ്ലീഷൻ റീജിയൻ വൈഡർ ആയിരിക്കും. ഇവിടെ നോക്കിയേ ബാരിയർ ഇത് ക്ലിയർ അല്ലേ? ഇത്രയും നിങ്ങൾ റിവേഴ്സ് ബയസിൽ മനസ്സിലാക്കി വെക്കുക. എന്താണ് രണ്ട് പി ടൈപ്പ് റീജിയൻ, എൻ ടൈപ്പ് റീജിയൻ. പി ടൈപ്പ് റീജിയൻ നമ്മൾ കണക്ട് ചെയ്യുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ആയിട്ടും അതുപോലെ തന്നെ എൻ ടൈപ്പ് റീജിയൻ നമ്മൾ കണക്ട് ചെയ്യുന്ന ബാറ്ററിയുടെ പോസിറ്റീവോ ആയിട്ടാണ്. അപ്പൊ നെഗറ്റീവ് എപ്പോഴും ഏതിലെ അട്രാക്ട് ചെയ്യൂ? പോസിറ്റീവിലെ അട്രാക്ട് ചെയ്യൂ. പോസിറ്റീവ് ഏതിലെ അട്രാക്ട് ചെയ്യും? നെഗറ്റീവിലെ അട്രാക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ഇത് വന്ന് ഇതിലോട്ടും അട്രാക്ട് ചെയ്ത്, ഇവിടെ വന്ന് ഇതിലോട്ടും അട്രാക്ട് ചെയ്ത്. അപ്പൊ ഇവിടെ നടക്കെന്ത് സംഭവിക്കും? ഒരു വൈഡർ ആയിട്ടുള്ള റീജിയൻ ഫോം ചെയ്യും, നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ക്ലിയർ? ഇനി ബാരിയർ പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഇവിടെ വരുന്ന ആ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ച്, ഇൻക്രീസസ് വെൻ റിവേഴ്സ് ബയസ് ഈസ് അപ്ലൈഡ്. ഇവിടെ വരുന്ന ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യപ്പെടും? ഇൻക്രീസ് ചെയ്യപ്പെടും. കാര്യം ഇവിടുത്തെ വിഡ്ത്ത്, ഡിപ്ലീഷൻ വിഡ്ത്ത് എന്താണ്? ഡിപ്ലീഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഹയർ, സോറി, ഈ ഒരു സിസ്റ്റം, അതായത് നമ്മൾ റൈറ്റ് ചെയ്യുന്ന സിസ്റ്റം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതാണ് ഈ ഇടയ്ക്ക് ലാഗ് ആവുന്നത്. ഡിപ്ലീഷൻ വിഡ്ത്ത് എന്തെയും ഇൻക്രീസ് ചെയ്യും. ഡിപ്ലീഷൻ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനർത്ഥം അവിടെ എന്താണ്? ബാരിയർ പൊട്ടൻഷ്യൽ, നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യലിനെ നമ്മൾ എന്തെന്ന് വെച്ചു? വി ബി ഇൻക്രീസ് ആവും. അപ്പൊ റിവേഴ്സ് ബയാസിന്റെ കേസസിൽ എന്താണ് സംഭവിക്കുന്നത്? വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ഇൻക്രീസസ്. Width of the depletion region increases. As a result, barrier potential increases. അതായത് ഇവിടുത്തെ width of depletion region നമുക്ക് WRB അല്ലേ, width of reverse bias increase ആവും. സോ width of barrier എന്താവും? വോൾട്ടേജ് ഓഫ് ബാരിയർ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും. കറണ്ട് ഫ്ലോ, ഇവിടെ കറണ്ട് ഫ്ലോ നടക്കോ? ഈ ഒരു സിറ്റുവേഷനിൽ കറണ്ട് ഫ്ലോ നടക്കോ? ഇല്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഇതിൽ കൂടെ പ്രോപ്പർ ആയിട്ട് എന്ത് കടന്നു പോകുന്നില്ല? കറണ്ട് പോകുന്നില്ല. സോറി, തിരിച്ചാണ്. ഇതിലൂടെ എന്ത് പോണില്ല? കറണ്ട് ഫ്ലോ നടക്കുന്നില്ല. കറണ്ടിന്റെ ഫ്ലോ നടക്കുന്നില്ല. കറണ്ട് ഫ്ലോ നടന്നാൽ മാത്രമേ ഇവിടെയുള്ള ഇലക്ട്രോൺസിന്റെ സൈഡിലുള്ള അല്ലെങ്കിൽ എൻ സൈഡിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഈ ഒരു ബാരിയർ തകർത്ത് ഇപ്പുറത്ത് പി സൈഡിൽ പോകത്തുള്ളൂ. പി സൈഡിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് ആയ ഹോൾസ് ഇത് തകർത്ത് എങ്ങോട്ട് പോകത്തുള്ളൂ? ഇലക്ട്രോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസിന്റെ അടുത്ത് പോകത്തുള്ളൂ. പക്ഷെ അവിടെ അത്രയും കറണ്ട് വരുന്നില്ല. പിന്നെ അവർക്ക് ആ ജംഗ്ഷൻ എങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റും? ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ കറണ്ട് ഫോം ചെയ്യൂ? ഇല്ല അല്ലെ? ഫോർവേഡ് ബയസിൽ അവിടെ കറണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതും മെജോറിറ്റി കാരിയേഴ്സ് കാരണം. കാര്യം എന്താ? അവര് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോയി റീകോമ്പിനേഷനും കോവാലന്റ് ബോണ്ടും പിന്നെ ഇലക്ട്രോൺസ് റിലീസും എല്ലാം നടക്കുന്നുണ്ട് പ്രോപ്പറായിട്ട്. അതുകൊണ്ട് അവിടെ കറണ്ട് ഉണ്ട്. പക്ഷെ ഇവിടെ ഇല്ല. അപ്പൊ ഇവിടെ ഒട്ടുമില്ലെന്ന് പറയാൻ പറ്റും? ഇല്ല. ഇവിടെ ഒരു പൊടിക്കും കറണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം കഴിഞ്ഞ ദിവസമേ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് പി ടൈപ്പ് സൈഡ് ഉണ്ട്, എൻ ടൈപ്പ് സൈഡ് ഉണ്ട്. പി ടൈപ്പ് സൈഡിൽ ഹോൾസും എൻ ടൈപ്പ് സൈഡിൽ ഇലക്ട്രോൺസും ആണെന്ന് പറഞ്ഞു അല്ലെ? ഹോൾസും ഇലക്ട്രോൺസും ആണെന്ന് പറഞ്ഞു. ഈ പി സൈഡിൽ തന്നെ
മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആര്? പി സൈഡിലെ ഹോൾസ് ആണ്. മെജോറിറ്റി കാരിയേഴ്സ് പി സൈഡിലെ ഹോൾസ് ആണ്. അതുപോലെ തന്നെ എൻ സൈഡിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്? നമ്മുടെ ഇലക്ട്രോൺസ്. ഓക്കെ എന്ന് പറഞ്ഞ് ആരില്ല എന്നല്ല അർത്ഥം. ഏത്? മൈനോറിറ്റി കാരിയേഴ്സ് രണ്ട് സൈഡിലും ഇല്ലെന്നല്ല അർത്ഥം. പി സൈഡില് ഹോൾസ് മെജോറിറ്റി കാരിയേഴ്സ് ആണ്. പക്ഷെ അവിടെ ആരും ഉണ്ട്? മൈനോറിറ്റി കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസും ഉണ്ട്. എൻ സൈഡില് മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. പക്ഷെ അവിടെ ആരും ഉണ്ട്? ഹോൾസും ഉണ്ട്. ഹോൾസ് ഇല്ല എന്നല്ല അർത്ഥം, ഹോൾസും ഉണ്ട്. സോ ഈ റിവേഴ്സ് ബയാസില് ഈ മൈനോറിറ്റി കാരിയേഴ്സ് കാരണം എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. മൈനോറിറ്റി കാരിയേഴ്സ് കാരണം ആരുണ്ടാവും? കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിനെ നമ്മൾ സാച്ചുറേഷൻ കറണ്ട് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് എന്ന് പറയും. ഓക്കെ, സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട്, റിവേഴ്സ് ബയാസിൽ ഉണ്ടാകുന്ന കറണ്ട്. ഓക്കെ, ഇതാണ് ആക്ച്വലി റിവേഴ്സ് ബയാസിൽ നടക്കുന്നത്. എന്താണ് നടക്കുന്നത് ഒന്നും കൂടെ പറയാം. റിവേഴ്സ് ബയാസിൽ എൻ റീജിയൻ ഉണ്ട്, പി റീജിയൻ ഉണ്ട്. പി റീജിയൻ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ബാറ്ററിന്റെ സൈഡിലും എൻ റീജിയൻ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ബാറ്ററിന്റെ സൈഡുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ എൻ സൈഡിലുള്ള ഇലക്ട്രോൺസ് പോസിറ്റീവ് ടെർമിനലിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. പി റീജിയനിലുള്ള ഹോൾസ് പോസിറ്റീവ് ചാർജ് ആണ്, അവര് എന്താ നെഗറ്റീവ് ടെർമിനലുമായിട്ട് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഇൻക്രീസ് ആവും. അവിടെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ, ഹൈ ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. കാര്യം ഇവിടെ കറണ്ട് ഫ്ലോ നടക്കുന്നില്ല. അവിടെ കറണ്ട് ഫ്ലോ ഉണ്ട്. ആര് കാരണം? മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ബ്രേക്ക് ചെയ്യാനുള്ള എനർജി ഇലക്ട്രോൺസിനും ഹോൾസിനും കിട്ടിയാൽ മാത്രമേ ആ വഴി എന്ത് നടക്കത്തുള്ളൂ? കറണ്ട് ഫ്ലോ നടക്കത്തുള്ളൂ, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് നടക്കത്തുള്ളൂ. അപ്പോ അതിനുള്ള എനർജി ഇപ്പൊ ഇല്ല. ഇപ്പൊ നിങ്ങൾ അത് ഓർക്കരുത്. ഓക്കെ, പൊതുവെ അല്ലെങ്കിൽ ഒരു നോർമൽ കണ്ടീഷനിൽ റിവേഴ്സ് ബയാസിന്റെ ഒരു നോർമൽ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അവിടെ ഡിപ്ലീഷൻ വിഡ്ത്ത് ഓഫ് ദി ഡിപ്ലീഷൻ റീജിയൻ ഹൈ ആണ്, ബാരിയർ പൊട്ടൻഷ്യൽ ഹൈ ആണ്. കറണ്ട് ഫ്ലോ മെജോറിറ്റി കാരിയേഴ്സ് കാരണം നടക്കുന്നില്ല. ആര് കാരണം മാത്രമേ നടക്കുന്നുള്ളൂ? മൈനോറിറ്റി കാരിയേഴ്സ് കാരണം മാത്രമേ അവിടെ കറണ്ട് ഫ്ലോ നടക്കുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി അവിടെ റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ജംഗ്ഷൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആ ഒരു പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിപ്ലീഷൻ റീജിയൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു നോർമൽ റിവേഴ്സ് ബയസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇതൊരു നോർമൽ റിവേഴ്സ് ബയസ് കണ്ടീഷൻ ആണ്. ഇനി നമ്മള് ഈ ഒരു കണ്ടീഷനിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു certain എമൗണ്ട് ഓഫ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ്, certain നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണല്ലോ. അപ്പോൾ certain എമൗണ്ട് ഓഫ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് വരെ ഈ ഒരു സ്ഥായി ഭാവം, അവിടെ വേറെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. മൈനോറിറ്റി കാരിയേഴ്സ് മാത്രം കൊണ്ട് അവിടെ കറണ്ട് ഫോം ചെയ്യുന്നു, അല്ലാതെ വേറൊരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമ്മള് അപ്ലൈഡ് വോൾട്ടേജ്, അതായത് വി ഡി, എന്താ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി ഡിയെ കൊടുക്കുകയാണെങ്കിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒരു വി ഡി അപ്ലൈ ചെയ്യാനുള്ള അപ്ലൈഡ് വോൾട്ടേജിന്റെ റേറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, വോൾട്ടേജ് അവിടെ അപ്ലൈഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു certain ലിമിറ്റ് വരെ ഇങ്ങനെ പോകും. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ മെജോറിറ്റി കാരിയേഴ്സ് എല്ലാം കൂടി ഈ മെജോറിറ്റി കാരിയേഴ്സിന് എനർജി കിട്ടുകയും അവിടെ കറണ്ട് ഫ്ലോ, ഈ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ബ്രേക്ക് ചെയ്യുകയും കറണ്ട് ഫ്ലോ നടക്കുകയും ചെയ്യുന്നു. ഓക്കെ,
ബാരിയർ പൊട്ടൻഷ്യൽ ബ്രേക്ക് ചെയ്ത് കറണ്ട് ഫ്ലോ നടക്കുക എന്ന് വെച്ചാൽ അവിടെ ഉള്ള ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്നു, ഈ ഹൈ എനർജി, ഇവിടെ നിന്ന് വലിയൊരു എനർജി വരികയാണ്. ആ എനർജി കാരണം അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസുകളെ എന്ത് ഫ്രീ അപ്പ്, ഈ എനർജി കിട്ടി ഫ്രീ അപ്പ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് പോയി എന്ത് കൊളൈഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത്, ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് റിലീസ് ഫ്രീ ആക്കുന്നു. ആ ഒരു സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഫ്രീ ആക്കുന്നു. ഫ്രീ ആക്കും തോറും ഈ ഒരു ഇപ്പൊ 2 ഇലക്ട്രോൺസ് വന്ന് മറ്റ് 2 ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കുമ്പോൾ അവിടെ 4 ഇലക്ട്രോൺസ് ഫ്രീ ആയി. ഈ 4 ഇലക്ട്രോൺസ് പോയി അടുത്ത ഉള്ള ഇലക്ട്രോൺസുകളെ പോയി തട്ടി ഫ്രീ ആക്കുമ്പോ എന്ത് ചെയ്യുന്നു, കൊളൈഡ് ചെയ്ത്, എന്താണ് കൊളൈഡ് ചെയ്ത്, തട്ടിയെന്നൊന്നും എഴുതി വെക്കില്ല, കൊളൈഡ് ചെയ്ത് ഫ്രീ ആക്കുമ്പോൾ ഒരു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ ഫ്രീ ആവുകയും അവരങ്ങോട്ട് ആ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോവുകയും ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒരു അതിഭീകരമായിട്ടുള്ള കറണ്ട്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടുന്നു. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടി ആ ഒരു ഡയോഡ് അടിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ട്. അതിനെ നമ്മൾ സെനർ ബ്രേക്ക് ഡൗൺ എന്നൊക്കെ പറയും. അത് അടുത്ത പോർഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അൺബയാസ്ഡ് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലായി, ഫോർവേഡ് ബയസ് മനസ്സിലായി, റിവേഴ്സ് ബയസ് മനസ്സിലായി. ഓക്കെ, ഇനി ഒരു ഡയോഡ്, പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ വർക്കിംഗ് എഴുതുക. വർക്കിംഗ് എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതി വെക്കണം? അൺബയാസ്ഡ് കണ്ടീഷൻ എഴുതണം, ഫോർവേഡ് ബയസ് കണ്ടീഷൻ എഴുതണം, റിവേഴ്സ് ബയസ് കണ്ടീഷൻ എഴുതണം വിത്ത് ഫിഗേഴ്സ്. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം വെച്ച് തന്നെ എഴുതുക. അതുപോലെ തന്നെ അത് പിന്നെ വി ഐക്ക് ആരാ നമുക്ക് സെപ്പറേറ്റ് ചോദിച്ചില്ലെങ്കിൽ വർക്കിങ്ങിന്റെ കൂടെ തന്നെ എഴുതിയാൽ ഒരു എക്സ്ട്രാ പോയിന്റ് കിട്ടുന്ന പോലെയാണ്. ഓക്കെ, അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വി ഐ കാര. എന്താണ് വി ഐ കാര? വി ഐ കാര എന്ന് പറയുന്നത് വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. വോൾട്ടേജ് കറണ്ടിന്റെയും കൂടെ ഒരു കാര നമ്മൾ പറയാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിപ്പോ പറയാൻ പോകുന്നത് ഫോർവേഡ് കണ്ടീഷനും പറയുന്നുണ്ട്, ഫോർവേഡ് കണ്ടീഷനും പറയുന്നുണ്ട്, റിവേഴ്സ് കണ്ടീഷനും പറയുന്നുണ്ട് ഒരൊറ്റ ഗ്രാഫില്. ഓക്കെ, ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷന്റെ വി ഐ ക്യാരിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്, റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷന്റെ വി ഐ ക്യാരിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഒരു ഒറ്റ ഗ്രാഫിൽ. ഓക്കെ, നോക്ക്, നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം ആരെ? നമ്മുടെ ഫോർവേഡ് ബയാസിനെ കൺസിഡർ ചെയ്യാം. ഫോർവേഡ് ബയാസിൽ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മള് ഒരു ഡയോഡ് ഉണ്ട്. ഡയോഡിന്റെ എന്താണ് പോസിറ്റീവ് ടെർമിനൽ നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനൽ എടുത്ത് പോസിറ്റീവിലും നെഗറ്റീവ് ടെർമിനൽ എടുത്ത് നെഗറ്റീവിലുമാണ് കണക്ട് ചെയ്യുന്നത്. പോസിറ്റീവ് ടെർമിനൽ പോസിറ്റീവിലും നെഗറ്റീവ് ടെർമിനൽ നെഗറ്റീവിലുമാണ് കണക്ട് ചെയ്യുന്നത് ബാറ്ററിയുടെ. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ആ ടൈമിൽ നമുക്ക് എന്തുണ്ട്? അതൊരു നോ ബയാസ്ഡ് കണ്ടീഷനിൽ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ കൂടെ ഒരു കറണ്ട് ഫ്ലോ ഒന്നും നടക്കുന്നില്ലായിരുന്നു. നമ്മൾ ഈ ബാറ്ററി ഓൺ ആക്കി വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? ആ ഒരു ഡിപ്ലീഷൻ റീജിയൻ, അവിടെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ വോൾട്ടേജ് ഉണ്ടായിരുന്നു, ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു, അത് ബി. ഇനിഷ്യലി അതെന്താണ് ഹൈ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മളുടെ വി ഡി, വോൾട്ടേജ് ഒന്നും അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. വി ഡി എന്ന് പറയുന്നത് 0 ആയിരുന്നു. ഇനി വി ഡി എന്ന് പറയുന്ന അപ്ലൈഡ് വോൾട്ടേജിനെ നമ്മൾ കൂട്ടിക്കൊടുത്തു. വി ഡി എന്ന് പറയുന്ന അപ്ലൈഡ് വോൾട്ടേജിനെ നമ്മൾ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇനി അത് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ വി ഡി എന്ന് പറയുന്ന കണ്ടീഷനിൽ ഇരിക്കുമ്പോഴുള്ള കാര്യം പറഞ്ഞില്ല. അതായത് വി ഡി അപ്ലൈഡ് വോൾട്ടേജ് 0 ആവുന്ന കേസ് നിങ്ങളൊന്ന് ഓർത്താണ്. അപ്ലൈഡ് വോൾട്ടേജ് 0 ആണ് എന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ കറണ്ട്, വി ഡി
നമ്മുടെ ഡയോഡ് വോൾട്ടേജിന്റെ ഇക്വേഷൻ എങ്ങനെ വരും ഇവിടെ? വി ഡി ഇസ് ഇക്വൽ ടു എന്തെന്നാണ് നമ്മൾ പറഞ്ഞത്? ഐ എസ് സാച്ചുറേഷൻ കറണ്ട് ഇൻറ്റു ഇ റൈസ് ടു വി ഡി ബൈ ഈറ്റ വി ടി മൈനസ് 1 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ശ്രദ്ധിക്കുക, ഫോർവേഡ് ബയസിന്റെ ഗ്രാഫാണ് നമ്മൾ പറയുന്നത്. അതിൽ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അൺബയാസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്ന കണ്ടീഷൻ. വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അപ്ലൈഡ് വോൾട്ടേജ് വി ഡി എന്ന് പറയുന്ന 0 ഇരിക്കുന്ന കണ്ടീഷനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു ഐ ഡി കറണ്ട് ഓഫ് ഡയോഡ് എന്ന് പറയുന്നത്. ഡയോഡ് കറണ്ടിന്റെ ഇക്വേഷൻ ഇതാണ്: ഐ എസ് സാച്ചുറേഷൻ കറണ്ട് ഇൻറ്റു ഇ റൈസ് ടു എന്താണ്? വി ഡി ബൈ ഈറ്റ വി ടി അല്ലെ? ഈറ്റ വി ടി മൈനസ് 1. ഞാൻ എഴുതുന്ന കണ്ട് നിങ്ങൾ അന്തം വിട്ട് പോവുകയൊന്നും വേണ്ട. ഇതെനിക്ക് അത്ര റെഡി ആവുന്നില്ല ഞാൻ എഴുതുന്നത്. ഞാൻ ഒന്നും കൂടെ എഴുതാം. ഐ ഡി ഇസ് ഇക്വൽ ടു ഐ എസ്. ഓക്കെ, ഐ എസ് ഇൻറ്റു ഇ റൈസ് ടു എന്താണ്? വി ഡി. ശരിയാവുന്നില്ല. ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ അൺബയാസ്ഡ് സ്റ്റേറ്റ് നോക്കിയാണ്. അതായത് അപ്ലൈഡ് വോൾട്ടേജ് വി ഡി എന്ന് വെച്ചാൽ എന്താണ്? അപ്ലൈഡ് വോൾട്ടേജ് 0. അവിടെ വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഉള്ള കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്ന ഐ ഡി, നമ്മുടെ ഡയോഡ് കറണ്ട് ഇക്വേഷൻ ഈസ് ഇക്വൽ ടു ഐ എസ് എന്ന് പറയുന്ന സാച്ചുറേഷൻ കറണ്ട് ഇൻറ്റു ഇ റൈസ് ടു വി ഡി ബൈ ഈറ്റ വി ടി. ഈറ്റ വി ടി മൈനസ് 1. ഓക്കെ, ഇവിടെ വി ഡി എന്ന് പറയുന്നത് 0ആണ്. വി ഡി എന്ന് പറയുന്നത് എന്താണ്? 0ആണ്. അപ്പൊ എന്ത് പറയും? ഇവിടെ വി ഡി എന്ന് പറയുന്നത് 0 ആവുമ്പോഴത്തേക്കും വി ഡി എന്ന് പറയുന്നത് 0 ആവുമ്പോഴത്തേക്കും ഈ ഒരു ടേം മൊത്തത്തിൽ, അതായത് ആ ഒരു ടേം ഏതാണ് അവിടെ? ഈറ്റ ഏതാണ്? വി ഡി ബൈ ഈറ്റ വി ടി എന്ന് പറയുന്ന ടേംസ് മൊത്തത്തിൽ എന്തായി മാറും? 0 ആയി മാറും. അപ്പോഴെന്ത് പറ്റും? വിച്ച് ഈസ് ഈക്വൽ ടു ഐ എസ് ഇ റൈസ് ടു 0 മൈനസ് 1. ഇങ്ങനെ വരും. ഐ എസ് ഇ റൈസ് ടു 0 മൈനസ് 1. ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് എന്താണ്? ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് എന്താണ്? ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 മൈനസ് 1 എന്ന് പറയുന്നത് 0 ആണ്. സോ 1 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സോ ഐ ഡി is equal to I S into 0, which is equal to 0. സോ ഇവിടെ ഡയോഡ് ഈ ഒരു അൺബയാസ്ഡ് സ്റ്റേറ്റ്, വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യാത്ത സ്റ്റേറ്റിൽ നമ്മളുടെ ഡയോഡ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? 0ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്. കണ്ടോ? ഈ ഒരു സ്റ്റേറ്റ് കണ്ടോ? ഇതെന്ന് പറയുന്നത് കറണ്ടും 0, വോൾട്ടേജും 0. കറണ്ടും 0, വോൾട്ടേജും 0. ഇനി അൺബയാസ്ഡ് സ്റ്റേറ്റിലെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ വോൾട്ടേജ് വി ഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, വി ഡി അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് വി ഡി ആർക്ക് ഈക്വൽ ആവുക എന്നർത്ഥം? ബാരിയർ പൊട്ടൻഷ്യലിന് ഈക്വൽ ആവുക എന്നർത്ഥം. വി ഡി ഈക്വൽ ടു വി ബി. അപ്ലൈഡ് വോൾട്ടേജ് ബാരിയർ പൊട്ടൻഷ്യലിന് ഈക്വൽ ആവുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ നമ്മളുടെ ബാരിയർ പൊട്ടൻഷ്യൽ എല്ലാം ബ്രേക്ക് ചെയ്ത്
മെജോറിറ്റി കാരിയേഴ്സ് മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലെ, ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഒരു ഹൈ ആയിട്ടുള്ള കറണ്ട് ഫ്ലോ വരിക, ഹൈ ആയിട്ടുള്ള കറണ്ട് ഫ്ലോ വരിക. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് മെജോറിറ്റി കാരിയേഴ്സ് കാരണം ഹൈ കറണ്ട് ഫ്ലോ നടക്കും. ഓക്കെ, അവിടെയുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഇൻ ദ കേസ് ഓഫ് ഫോർവേഡ് ബയാസ് ഡയോഡ് കറന്റ് ഈസ് ഈക്വൽ ടു I majority minus I saturation. I majority minus I saturation. ഇതാണ് അവിടെ ഡയോഡ് കറന്റിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അവിടെ ഡയോഡ് കറന്റിന്റെ ഇക്വേഷൻ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ഇതാണ് ഫോർവേഡ് ബയസിൽ നടക്കുന്നത്. ഇനി അതിന് മുമ്പ് ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ എക്സ് ആക്സിസിലാണ് ആരെ എടുത്തിരിക്കുന്നത്, വോൾട്ടേജിനെ എടുത്തിരിക്കുന്നത്, വൈ ആക്സിസിലാണ് കറണ്ടിനെ എടുത്തിരിക്കുന്നത്. അതിപ്പോ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോ ഫോർവേഡ് ബയസിന്റെ കാര്യം മനസ്സിലായി. ഇനി ഫോർവേഡ് ബയസിന്റെ കാര്യം വി ഐ കാരെ എഴുതുമ്പോ തന്നെ നമ്മൾ എഴുതേണ്ട രണ്ട് കാര്യങ്ങളാണ് സിലിക്കണും ജെർമേനിയവും. സിലിക്കണും ജെർമേനിയം. സിലിക്കൺ ആണെന്നെങ്കിൽ 0.7ഉം ജെർമേനിയം ആണെങ്കിൽ 0.3ഉം ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ അവിടെ ഒരു കട്ട് ഓഫ് വോൾട്ടേജ് കട്ടിംഗ് വോൾട്ടേജ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ആ ഒരു കട്ടിംഗ് വോൾട്ടേജ് നമ്മുടെ ജെർമേനിയത്തിന് 0.3ഉം സിലിക്കണ് 0.7ഉം ആണ്. ആ ഒരു കട്ടിംഗ് വോൾട്ടേജ് കഴിയുമ്പോഴാണ് എന്ത് ചെയ്തു തുടങ്ങുന്നത്, ആ ഒരു ബാരിയർ വോൾട്ടേജ് അവരെ ബ്രേക്ക് ചെയ്യുന്നത്. ജെർമേനിയം 0.3 കഴിയുമ്പോഴാണ് ആ ഒരു ബാരിയർ വോൾട്ടേജിന് ഈക്വലന്റ് അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് ഹൈയിലോട്ട് പോകുന്നതും. സിലിക്കൺ മെറ്റീരിയലിലാണെങ്കിൽ അവിടെ 0.7നേക്കാളും ഹൈ ആയിട്ടുള്ള വോൾട്ടേജ്, 0.7 എന്ന് പറയുന്ന ലിമിറ്റിന് ഹൈ ആയിട്ട് അവിടെ വോൾട്ടേജ് വരുമ്പോഴാണ് ഈ ഒരു ഗ്രാഫ്, അതായത് ഹൈ കറണ്ട് അവിടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നതെന്ന് അർത്ഥം. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ വി ഐ കാര ഓഫ് റിവേഴ്സ് ബയാസ് നോക്കാം. റിവേഴ്സ് ബയാസിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? റിവേഴ്സ് ബയാസിൽ ആക്ച്വലി നമ്മൾ ആദ്യം പറയുന്ന പോലെ തന്നെ അൺബയാസ്ഡ് കണ്ടീഷനിൽ അവിടെ വി ഡി എന്ന് പറയുന്ന 0 ആണ്. വി ഡി അവിടെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ വി ഡി 0 ആണ്. വി ഡി 0 ആണ് എങ്കിൽ 0 ആയിരിക്കും? ഐ ഡിയും 0 ആയിരിക്കും. അത് അൺബയാസ്ഡ് കണ്ടീഷൻ. അതെന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. റിവേഴ്സ് ബയാസിൽ എങ്ങനെയാണ്? അവിടെ വി ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ് അല്ലെ വി ഡിനേക്കാളും. അവിടെ വി ബി ഈസ് ഗ്രേറ്റർ ദാൻ വി ഡി. വി ബി എന്ന് പറയുന്നത് എന്താണ്? വി ഡിനെ അപ്ലൈഡ് വോൾട്ടേജിനേക്കാൾ വലുതാണ്. അപ്ലൈഡ് വോൾട്ടേജിനേക്കാൾ വി ഡി വലുതാവുമ്പോഴത്തേക്കും നമ്മുടെ ഇക്വേഷനിൽ എങ്ങനെ വരും? ഇക്വേഷൻ എങ്ങനെ വരുമെന്ന് വെച്ചാല്, വി ഡി എന്ന് പറയുന്നത് വെരി വെരി ലെസ് ദാൻ വി ബി. വി ഡി എന്ന് പറയുന്നത് വെരി വെരി ലെസ് ദാൻ വി ബി ആവുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വരുന്നത് നമ്മുടെ ഇക്വേഷൻ അറിയാം, ഐ ഡി ഈസിക്കൽ ടു ഐ എസ് ഇ റൈസ് ടു വി ഡി ബൈ ഈറ്റ വി ടി മൈനസ് 1 എന്ന് വരും. വി ഡി എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. വി ഡി എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയാൽ ഈ ഒരു ടേം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ടേം ഫുള്ളായിട്ട് എന്തെന്ന് എടുക്കാൻ നമുക്ക് 0 ആയിപ്പോ. ഈ ഒരു ടേം 0 ആയിപ്പോ. ഈ ഒരു ടേം ഫുള്ളായിട്ട് 0 ആയി പോയാൽ ഐ ഡി എന്ന് പറയുന്ന നമ്മുടെ ഡയോഡ് കറണ്ട് എന്ന് പറയുന്നത് ഐ എസ് ഇൻറ്റു -1 എന്ന് വരും. ഐ എസ് ഇൻറ്റു -1 എന്ന് വരും. അപ്പൊ എന്ത് പറ്റും? ഐ ഡി എന്ന് പറയുന്നത്, ഡയോഡ് കറണ്ട് എന്ന് പറയുന്നത്, ഐ ഡി എന്ന് പറയുന്ന ഡയോഡ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? -IS.
അതായത് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്ന ഡയോഡ് കറണ്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് എന്ത് സാച്ചുറേഷൻ കറണ്ട് എന്ന് അർത്ഥം. ഈ ഒരു e⁻² എന്ന് പറയുന്ന ടേം 0 ആയത് എങ്ങനെയെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അത് ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളുടെ ഇക്വേഷൻ ID = IS e⁻² VD by eta VT - 1 എന്നാണ്. ഈ VD എന്ന് പറയുന്ന നമ്മുടെ ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന ടേം വെരി വെരി ലെസ് ആണ്. അത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്രോക്സിമേറ്റ്ലി ഫുള്ളി 0 എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് വോൾട്ടേജ് ഇവിടെ കുറവായത് കൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു എക്സ്പോണൻഷ്യൽ ടേം മൊത്തത്തിൽ എന്താവും? ഈ ന്യൂമറേറ്റർ ടേം എന്ന് പറയുന്നത് ലെസ്സർ ആയിട്ടുള്ള വാല്യൂ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടേം മൊത്തത്തിൽ എന്താവും? 0 ആവും. അങ്ങനെയാണ് നമുക്ക് ID = IS എന്ന് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോ അതുകൊണ്ടാണ് എന്ത് ID എന്ന് പറയുന്ന സാച്ചുറേഷൻ കറണ്ടിന്റെ നെഗറ്റീവ് ആണ്. സോ പക്ഷെ അവിടെ ഒരു കറണ്ട് ഉണ്ടോ? നമ്മുടെ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഫോർവേഡ് റീജിയനിൽ അവിടെ നമ്മൾ നെഗറ്റീവ് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒറിജിനിൽ നിന്ന് തുടങ്ങി ഒരു സർട്ടൺ പീരീഡ് വരെ എന്താണ് അവിടെ? 0 ആണ്. കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. പക്ഷേ നമ്മുടെ റിവേഴ്സ് ബയസ് നോക്കിയാണ് 0 ഫുള്ളി 0 അല്ല. അവിടെ ഒരു ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലെ? ഈ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അത് എന്ത് കാരണമാണ്? അവിടെ ഒരു കറണ്ട് ഉണ്ടെന്നാണ് അർത്ഥം. ആ ഒരു ഗ്യാപ്പിനർത്ഥം അത് ഞാൻ പറഞ്ഞതാണ്. മൈനോറിറ്റി കാരിയേഴ്സ് അവിടെ ഉണ്ട്. അവര് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു കറണ്ട് ഫോം ചെയ്യുന്നു. മൈനോറിറ്റി കാരിയേഴ്സിന്റെ മൂവ്മെന്റ് കാരണം അവിടെ ഒരു ചെറിയൊരു കറണ്ട് ഫോം ചെയ്യുന്നതാണ്. അതിനെ നമ്മള് റിവേഴ്സ് കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നു. എന്തെന്ന്? റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അതാണ് ഇത്. ഇനി നമ്മൾ പറഞ്ഞു ഒരു സർട്ടേൺ അതായത് VD എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് എപ്പോഴാണോ VB ബാരിയർ വോൾട്ടേജിനേക്കാൾ കൂടുക, അവിടെ എന്ത് ചെയ്യും? എന്താണ്? ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കറണ്ട് ഫ്ലോ, പെട്ടെന്നുള്ള ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും അല്ലെ? പെട്ടെന്നൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതാണ് ഈ ഒരു റൈസ് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അതായത് ഒരു സർട്ടൺ ലിമിറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു സർട്ടൺ ലിമിറ്റ് ബ്രേക്ക് ചെയ്ത് അബവ് പോയി. ആ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞൊരു ഹൈ ആയിട്ട് കറണ്ട് പോവുകയും പിന്നെ അതങ്ങനെ കണ്ടിന്യൂസ് ആയ ഹൈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അവിടെ പോയിക്കൊണ്ടിരുന്നാൽ ആ ഒരു ഡയോഡ് അടിച്ചു പോവുകയും ചെയ്യും. അപ്പൊ ആ ഒരു ബ്രേക്ക് ഡൗണിനെയാണ് നമ്മൾ, ആ ഒരു ലിമിറ്റിനെയാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെങ്കിൽ സെനർ ബ്രേക്ക് ഡൗൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഞാൻ ഈ റിവേഴ്സ് ബയസ്, ഫോർവേഡ് ബയസ്, അൺബയാസ്ഡ് കണ്ടീഷൻ ഈ ടൈമിൽ പറയേണ്ടതായിരുന്നു. എന്താന്ന് വെച്ചാല് നമുക്ക് 3 കണ്ടീഷൻ ഉണ്ട്: അൺബയാസ്ഡ് കണ്ടീഷൻ, ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ, റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ. ഇനി അതില് വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ നമ്മുടെ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലായിരിക്കും കൂടുതൽ. അത് കഴിഞ്ഞാല് അൺബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും കൂടുതൽ. അത് കഴിഞ്ഞാണ് നമ്മുടെ ഫോർവേഡ് ബയസ് വരുന്നത്. ഓക്കെ, അൺബയാസ്ഡ് കണ്ടീഷനിലുള്ള ഡിപ്ലീഷൻ വിഡ്ത്ത് പോലും ഫോർവേഡ് ബയസിൽ ഇല്ല എന്ന് അർത്ഥം. അതുപോലെ തന്നെ നമ്മുടെ VB ബാരിയർ പൊട്ടൻഷ്യൽ ഇൻ റിവേഴ്സ് ബയസ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ. അത് കഴിഞ്ഞാൽ ആരായിരിക്കും? ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് അൺബയാസ്ഡ് കേസില് ബാരിയർ പൊട്ടൻഷ്യൽ ആണ് കൂടുതൽ. അത് കഴിഞ്ഞേ
ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് ആര് വരുള്ളൂ? ഫോർവേഡ് ബയസ് വരത്തുള്ളൂ. ഈ ഒരു കാര്യം കൂടി, ഈ ഒരു എന്ത് കണ്ടീഷൻ കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ക്ലിയർ അല്ലേ?